സ്നേഹിതരെ, ലോക ജനതയുടെ വലിയ ദുഃഖമാണ് വിശപ്പ്. വിശപ്പ് ശരിക്കറിഞ്ഞവൻ ദരിദ്രനാണ്, വിശപ്പറിയാത്തവൻ ധനികൻ. ധനികന്റെ ഭക്ഷണാവിഷ്ടങ്ങൾ എച്ചിൽ കൊണ്ടിൽ നിറയുന്നു. എച്ചിൽ കഴിച്ച് വയറു നിറയ്ക്കാൻ പാടുപെടുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവർക്ക് ഒരൊറ്റൊരു ലക്ഷ്യമേ ഉള്ളൂ, ജീവൻ നിലനിർത്തുക. തീന്മേശകൾ സ്വപ്നത്തിൽ പോലും കാണാത്ത ആ ജീവിതങ്ങളെ പത്രമാധ്യമങ്ങളോ മറ്റ് മീഡിയകളോ കണ്ടെന്നു വരില്ല. എന്നാൽ ഈ ദയനീയത പുറം ലോകത്തെ അറിയിക്കുവാൻ ശ്രമിച്ച ഒരു ഫോട്ടോ ജേർണലിസ്റ്റിന്റെ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നു. വിശപ്പ് അഥവാ കഴുകനും കുഞ്ഞും. ശവം തേടി കഴുകന്റെ രൂക്ഷഭാവം, പശി തീർക്കുവാനുള്ള ആർത്തദാഹം, ചത്തോ ചെറിയുന്ന കുഞ്ഞുദേഹം, കുത്തി വലിക്കുവാൻ കണ്ണും നട്ട്. ഈ കഥ നടക്കുന്നത് അങ്ങനെ ദക്ഷിണാഫ്രിക്കയിലാണ്. ഇരുണ്ട ഭൂഖണ്ഡമെന്ന് പരക്കെ അറിയപ്പെടുന്ന ആഫ്രിക്ക ഒരു പട്ടിണി രാജ്യമാണ്. ഏറെ ഭാഗവും മനുഷ്യർ വെറും അസ്ഥികൂടങ്ങൾ. ശരീരത്തിൽ ചെറിയ തുടിപ്പുണ്ടെന്നേ ഉള്ളൂ. സുഡാൻ, എത്യോപ്യ, അയോ ഇവിടെയുള്ള മനുഷ്യരുടെ സ്ഥിതിയാണിത്. പ്രിയരെ, 1993 ഒരു മാർച്ച് മാസം ഐക്യരാഷ്ട്രസഭയുടെ ഒരു സന്ദേശം ജോഹന്നാസ്ബർഗിലെ ഒരു ക്ലബിലെത്തി. പത്രപ്രവർത്തകരുടെയും ഫോട്ടോ ജേർണലിസ്റ്റുകളുടെയും ഒരു ക്ലബാണിത്. സന്ദേശം മറ്റൊന്നുമല്ല, പട്ടിണിയിൽ പൊരിയുന്ന അയോധ്യയിലേക്ക് ഐക്യരാഷ്ട്രസഭ ഭക്ഷണം വിതരണം ചെയ്യുന്നു. അതിന്റെ ഫോട്ടോയും വാർത്തയും പകർത്തുവാൻ കുറച്ചു പേർക്ക് ക്ഷണം. ആ ക്ഷണം സ്വീകരിച്ച് ക്ലബ് ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് കെവിൻ കാർട്ടർ, അതിപ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫർ. അനുപമ സുന്ദരനാണ് കെവിൻ, ആരാധകരുണ്ടനമതിയായി. അനുപമ സുന്ദരനാണ് കെവിൻ, ആരാധകരുണ്ടനമതിയായി. അപൂർവ സുന്ദര ചിത്രമൊരുക്കും അത്യാകർഷക ദൃശ്യങ്ങൾ, അത്യാകർഷക ദൃശ്യങ്ങൾ. ഒരു വെള്ളക്കാരന് നീഗ്രോ യുവതിയിലുണ്ടായ മകനാണ് കെവിൻ കാർട്ടർ. ഒരു സങ്കര സന്തതി. എന്നാൽ രൂപഭാവങ്ങൾ കറുത്തവരുടേതല്ല, നീഗ്രോ പ്രകൃതി തന്നെയല്ല. തനി വെളുപ്പൻ, 33 വയസ്സ് പ്രായം. ഫോട്ടോ ജേർണലിസം പാസ്സായ ഇദ്ദേഹം മീഡിയക്കാരുടെ ഇഷ്ടതാരമായി. അങ്ങനെയാണ് ഇയാൾ ഫോട്ടോ എടുക്കാൻ നിയോഗിക്കപ്പെട്ടത്. ഭക്ഷ്യസാധനങ്ങളുമായി അവർ വിമാനത്തിൽ യാത്രയായി. തോളിൽ തൂങ്ങുന്ന തന്റെ നിക്കോൺ ക്യാമറ. ആ വിമാനം ആകാശവീതിയിലൂടെ പറന്നു താഴ്ന്ന അഴിമത്തിൽ ലാൻഡ് ചെയ്തു. ആ ഫ്ലൈറ്റ് ക്രാഷ് കണ്ട മാത്രയിൽ വിശപ്പിന്റെ കൂടുകൾ ഓടിക്കൂടുകയായി. അസ്ഥിക്കൂടുകൾ ഓടിക്കൂടി ശേഷി നശിച്ച മനുഷ്യർ, അസ്ഥിക്കൂടുകൾ ഓടിക്കൂടി ശേഷി നശിച്ച മനുഷ്യർ. ആഹാരത്തിന് കൈകൾ നീട്ടി ജീവൻ നിലനിർത്താനായി, ആഹാരത്തിന് കൈകൾ നീട്ടി ജീവൻ നിലനിർത്താനായി, ജീവൻ നിലനിർത്താനായി. ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നതിന് മുൻപ് UN അധികാരിയുടെ ഒരു അറിയിപ്പുണ്ടായി. അറ്റൻഷൻ പ്ലീസ്, എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കൂ. മരണത്തോടടുക്കുന്ന ഇവിടുത്തെ മനുഷ്യർ പലവിധ രോഗങ്ങൾക്ക് ഉറവിടമാണ്. അതുകൊണ്ട് ആരുമായി ഇടപഴകരുത്, അകലം പാലിക്കണം. ഇവിടെ 30 മിനിറ്റ് മാത്രമാണ് സമയം. ഫോട്ടോ എടുക്കാൻ നിയോഗിക്കപ്പെട്ടവർ താഴെ ഇറങ്ങി. കെവിൻ തന്റെ ക്യാമറ റെഡിയാക്കി ചുറ്റുമൊന്ന് നോക്കി. ഒരു നിമിഷം അയാൾ നടുങ്ങി നിന്നു. കുറച്ചകലെ ഉള്ളിലായി ഒരു കഴുകൻ തന്റെ കൊക്കുകൾ പിളർത്തി, തന്റെ ചിറകുകൾ വിരിച്ച്, തന്റെ കണ്ണുകൾ തുറപ്പിച്ച് ഒരു ശവം കൊത്തി തിന്നാനുള്ള തയ്യാറെടുപ്പാണ്. ഒരു കുഞ്ഞിന്റെ ശവം. അയാൾ കുറച്ചുകൂടെ മുന്നിലോട്ട് ചെന്ന് ക്യാമറ സൂം ചെയ്ത് നോക്കി. ആ കഴുകിനരികിലുള്ളത് ഒരു ശവമല്ല, പട്ടിണി കൊണ്ട് ഏത് നിമിഷവും പ്രാണൻ പോകാവുന്ന ഒരു മനുഷ്യ കുഞ്ഞാണിത്. നഗ്നയായ ഒരു പെൺകുഞ്ഞ്. അസ്ഥി എണ്ണി പെറുക്കാവുന്ന വിധത്തിൽ പുല്ലിൽ മുഖം പൊഴുത്തി അവസാന ശ്വാസത്തിന് വേണ്ടിയുള്ള ഒരു കിടപ്പ്. മരണകരങ്ങളിൽ ഒരു ജീവൻ നരകക്കുഴിയിൽ കഴിയുന്നു. വയറു നിറയ്ക്കാൻ വഴി തേടി കഴുകൻ കാവലിരിക്കുന്നു, കഴുകൻ കാവലിരിക്കുന്നു. ആ കുഞ്ഞു മരിച്ചാൽ അടുത്ത നിമിഷം ആ കഴുകിന് ആ കുഞ്ഞിന്റെ ശവം കൊത്തിപ്പറക്കും. അങ്ങനെ സംഭവിച്ചാൽ തനിക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ചരിത്ര ഫോട്ടോ ആയിരിക്കും. നിമിഷങ്ങൾ കഴിഞ്ഞു. കെവിൻ ശ്വാസം അടക്കി നിന്നു. 20 മിനിറ്റ് സമയമായി. ആ കുഞ്ഞ് മരിച്ചില്ല, കഴുകൻ കൊത്തിയില്ല. പിന്നീട് വൈകാതെ അയാൾ കുറച്ചുകൂടെ മുന്നിലിട്ട് ചെന്ന് കഴുകനും കുഞ്ഞും അടുത്തൊടുത്തായി നിൽക്കുന്ന ഫോട്ടോ തന്റെ ക്യാമറയിൽ പകർത്തി. വ്യത്യസ്ത ഭാവങ്ങളിൽ 10ഓളം ചിത്രങ്ങൾ. പെട്ടെന്ന് തന്നെ എയർക്രാഫ്റ്റ് അനൗൺസ്മെന്റ് മുഴങ്ങി, മടക്കത്തിനുള്ള സന്ദേശം. പിന്നീട് അയാൾ വൈകാതെ തന്നെ കുറച്ചുകൂടി മുന്നിലോട്ട് ചെന്ന് ആ കഴുകിനെ ആട്ടി ഓടിച്ചു. പക്ഷെ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിച്ചില്ല, കാരണം അധികാരികളുടെ വിലക്ക്. പിന്നീട് അവിടുന്ന് അയാൾ ഈ ദയനീയത പുറം ലോകം അറിയണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ അയാൾ അവിടെ നിന്ന് യാത്രയായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ പത്രത്തിൽ ഒരു വാർത്ത. ന്യൂയോർക്ക് ടൈംസിൽ ആ ചിത്രം അച്ചടിച്ചു വന്നിരിക്കുന്നു. കഴുകനും കുഞ്ഞും. താൻ നൽകിയ സത്യസന്ധമായ വാർത്ത.
വിശന്നു വലയും ഈ രാജ്യം പട്ടിണി മാത്രം കൂട്ടായി. വെള്ളക്കാബാലികളുടെ മരണം അടിമകൾ അനവധി തീർത്തു. ഇവിടെ അടിമകൾ അനവധി തീർത്തു. വാർത്ത പ്രചരിച്ചതോടെ പത്രസ്ഥാപനത്തിലേക്ക് ഫോൺ കോളുകളുടെയും കത്തുകളുടെയും പ്രവാഹം. യെസ്, ന്യൂയോർക്ക് ടൈംസ് റിസപ്ഷൻ. മറ്റൊരു തലക്കൽ നിന്ന് ഒരു ചോദ്യം. ആ കുഞ്ഞ് മരിച്ചോ അതോ ആ കഴുകി തിന്നോ? ആ കുഞ്ഞിനെ പറ്റി ഒന്നും അറിയില്ല. ഇതിനോടകം തന്നെ കെവിൻ ഒരു പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ ഈ പ്രശസ്തി കൂടെയുള്ളവർക്കും വിമർശകർക്കും സഹിച്ചില്ല. പ്രതിഷേധങ്ങൾ ഉയർന്നു, വിമർശനങ്ങൾ ഉയർന്നു, പ്രതിഷേധങ്ങൾ ഉയർന്നു, വിമർശനങ്ങൾ ഉയർന്നു. ലോകം മുഴുവൻ വിളിച്ചു കൂവി സന്തത സഹചാരികളും ചുറ്റും ശരപ്രവാഹം. അതിനും ഭയാനകമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആക്ഷേപം. മിസ്റ്റർ കെവിൻ, നിങ്ങൾ മൊത്തം ജീവിതത്തിന് ഇനി ഞാനില്ല. ലോകം വെറുക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ. മനുഷ്യത്വം തീരെയില്ലാത്തവൻ. ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഫോട്ടോഗ്രാഫർ, നീചൻ, ദുഷ്ടൻ, ക്രൂരൻ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഇതെല്ലാം കണ്ട് കെവിൻ അമ്പരന്നു. പ്രിയരെ, ഇതിനോടകം തന്നെ കെവിൻ ഒരു വിഷാദ രോഗിയായി മാറി. ഈ അസ്വസ്ഥമായ നിമിഷങ്ങൾ കെവിന്റെ കാതിലേക്ക് ഒരു സന്തോഷ വാർത്തയെത്തി. ആ വർഷത്തെ പുലിത്സർ പുരസ്കാരം കെവിൻ കാർട്ടർക്ക്, അതും അയാളെടുത്ത ആ ചിത്രത്തിന്. എന്നാൽ ഇതൊന്നും കെവിനെ സന്തോഷിപ്പിച്ചില്ല. ഒരു ദിവസം കെവിൻ തന്റെ കാറെടുത്ത് തന്റെ ജന്മഗ്രാമത്തെ ലക്ഷ്യമാക്കി പാഞ്ഞു. അവിടെ ഒരു വിജനമായിടത്ത് തന്റെ കാർ നിർത്തിയിട്ടു. രാത്രി, നക്ഷത്രങ്ങളില്ലാത്ത രാത്രി. പിന്നീടുള്ള 4 ദിവസം ആ കാർ അവിടെ തന്നെ കിടന്നു. അതാരും അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ വയലിൽ കൃഷി ചെയ്യാൻ പോകുന്ന നീഗ്രോ കർഷകർ അതിനരികിൽ മൂക്ക് പൊതിഞ്ഞു. ആ വണ്ടി കുറച്ച് ദിവസമായില്ലേ അവിടെ കിടക്കണോ? അതിനകത്ത് നിന്ന് വല്ലാത്ത ഗന്ധം. അവർ ആ കാറിന്റെ ഡോർ തുറന്ന് നോക്കിയപ്പോൾ കടിച്ചു വീർത്ത് അഴുകിയ ഒരു ശവം. അതെ, ആ ഫോട്ടോഗ്രാഫർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കാറിന്റെ എക്സോസ്റ്റ് പൈപ്പ് തുറന്ന് മറ്റൊരു പൈപ്പുമായി ചേർത്ത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് അയാളുടെ ജീവിതത്തിന് അന്ത്യം വരുത്തി. പട്ടിണിയിൽ പെടുന്ന ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്തതിന്റെ കുറ്റബോധമാണ് ആ ഫോട്ടോഗ്രാഫറിന്റെ ജീവിതം അവസാനിപ്പിച്ചത്. കാലം കറുത്തൊരു ചേല പുതപ്പിച്ച് വികൃതമാക്കുന്നു പ്രപഞ്ച സത്യങ്ങളെ. കർമ്മമാർഗത്തിന്റെ ജീവൻ നേടുവാൻ മുൾമുടി തേടുന്നു കാലവും ലോകവും. പ്രതിഷേധങ്ങൾ ഏറെയുണ്ടാക്കിയ ആ ചിത്രം പിന്നീട് ലോകരാഷ്ട്രങ്ങളുടെ ചർച്ചയ്ക്ക് വിഷയമായി. അവിടേക്ക് ഭക്ഷണവും സഹായവും എത്തി. ആഫ്രിക്കയുടെ പട്ടിണി മാറ്റിയ ചിത്രമായി അത് അറിയപ്പെട്ടു. എന്നാൽ ഇതൊന്നും അറിയാതെ പാവം ആ ഫോട്ടോഗ്രാഫർ കാലയവനുകൾക്കുള്ളിൽ മറഞ്ഞു. വിശപ്പിന്റെ കരച്ചിൽ പുറം ലോകത്തെ അറിയിക്കുവാൻ നിങ്ങളുടെ കണ്ണുകളും ജാഗ്രതയോടെ തുറന്നിരിക്കട്ടെ. വിദ്യാഭ്യാസ എത്ര വികസിച്ചാലും വിശപ്പ് മാറ്റുവാൻ ടോണിക്കുകൾ കൊണ്ടോ ടാബ്ലറ്റുകൾ കൊണ്ടോ സാധ്യമല്ല. അതിന് ആഹാരം തന്നെ വേണം. അതുണ്ടാക്കേണ്ട ബാധ്യതയാർക്ക്, ചുമതലയാർക്ക്, എത്തിച്ചേരേണ്ട കാര്യങ്ങളിത്. പല കാരണങ്ങളാലും ലോകം നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് വിശപ്പ്. വിശപ്പിന്